നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് സുപ്രധാന നിയമങ്ങളാണ് സഭ ചർച്ച ചെയ്ത് പാസാക്കിയത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 5 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ സഭയിൽ നിന്ന് വാക്കാൽ മറുപടി നൽകിയത്. ഒരു തദ്ദേശ സ്ഥാപനം, ഒരു ഉൽപ്പന്നം പദ്ധതി, സഹകരണ രംഗത്ത് നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ, സോളാർ നിലയങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്മ്യൂണിറ്റി സ്റ്റോറേജ്, ബാർ ഉടമകളിൽ നിന്ന് ലഭിക്കേണ്ട നികുതി കുടിശ്ശികയ്ക്ക് ആംനസ്റ്റി പദ്ധതി, കടൽ തീര പ്രദേശങ്ങളിലെ മണൽ നിക്ഷേപം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംരംഭക വർഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 3,51,209 സംരംഭങ്ങളാണ് ആരംഭിച്ചതെന്ന് വ്യവസായ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് സഭയെ അറിയിച്ചു. സംരംഭക വർഷത്തിന്റെ ഭാഗമായി 3,51,209 സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇതുവഴി 22,526 കോടിയുടെ നിക്ഷേപവും 7,45,274 തൊഴിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. 7,45,274 തൊഴിലും ഇതുവഴി സൃഷ്ടിച്ചതായും ഇവയിൽ 1,11,881 സംരംഭങ്ങൾ ആരംഭിച്ചത് സ്ത്രീകളാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, ആരംഭിച്ച 3,51,209 സംരംഭങ്ങളിൽ 1,11,881 സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ് എന്നതാണ്. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകരാതിരിക്കാൻ സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ഇതുവരെ 145.50 കോടി രൂപ മടക്കി നൽകിയിട്ടുണ്ടെന്നും അടുത്ത മാസം 1 മുതൽ തിരുവനന്തപുരത്ത് സഹകരണ എക്സ്പോ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനോടകം ഫലപ്രദമായ പല നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി കരുവന്നൂർ ബാങ്ക് ആണെങ്കിൽ 143.50 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. 2025 ഏപ്രിൽ 21 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് വെച്ച് എക്സ്പോയുടെ 3ാം എഡിഷൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 420 പേരെ ഉൽപ്പന്നങ്ങൾ അവിടെ പ്രദർശനത്തിനും വിപണനത്തിനും എത്തിച്ചേരും. 2016 മുതൽ ഇതുവരെ സംസ്ഥാനത്ത് സോളാർ വൈദ്യുതി ഉൽപ്പാദനം 1,516 മെഗാവാട്ടായി വർദ്ധിച്ചതായി വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. സർ, സോളാർ വൈദ്യുതി ഉൽപ്പാദനം 2016 മുതൽ ഈ സമയം വരെ 1,516 മെഗാവാട്ടായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ അത് 16.5 മെഗാവാട്ടായിരുന്നു. ഇപ്രകാരം 1,499.5 മെഗാവാട്ടിൻ്റെ വർധനയാണ് പ്രസ്തുത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷമായി മദ്യനികുതിയിൽ സംസ്ഥാന സർക്കാർ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. സർ, ഈ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഒരു വ്യത്യാസവും ടാക്സിൻ്റെ റേറ്റ് വരുത്തിയിട്ടില്ല. വാസ്തവത്തിൽ വില വർദ്ധിക്കാത്ത ഒരു ഉൽപ്പന്നമാണ് എന്ന് പറയാം. അത് റേഷൻ എന്നാലേ കൊടുക്കേണ്ടതുകൊണ്ടല്ല, ഇവിടെ ഈ പറഞ്ഞതുപോലെ നികുതിയുടെ കാര്യത്തിനകത്ത് കൂടുതൽ വ്യത്യാസം വരണ്ട എന്ന് കരുതിയിട്ടാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട്. സർക്കാർ ഉത്തരവ് മൂലം ഡാമുകളുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്ന് മോൻസ് ജോസഫും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. പഴശ്ശി ഡാമിന്റെ ബഫർ സോണിലെ വീടുകൾക്ക് പെർമിറ്റ് നമ്പർ കിട്ടുന്നില്ല എന്നും സർക്കാരിന്റെ ചില ഉത്തരവുകൾ മൂലമാണ് പെർമിറ്റ് കിട്ടാത്തതെന്ന് മോൻസ് ജോസഫ് ആരോപിച്ചു. ഈ ഉത്തരവിൽ അടിയന്തരമായി മാറ്റം വരുത്തണം. ഇത് വെച്ച് താമസിപ്പിച്ച ആളുകളെ കഷ്ടപ്പെടുന്ന സാഹചര്യം വരരുത്. ഇപ്പോൾ തന്നെ ആളുകൾ NOCക്ക് വേണ്ടി കയറി ഇറങ്ങി ബുദ്ധിമുട്ടുന്ന സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ ഉത്തരവ് ഫ്രീസ് ചെയ്യുവാൻ അങ്ങ് തയ്യാറാകണം. എന്നാൽ സംസ്ഥാനത്ത് ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഡാമുകളുടെ സമീപത്തുള്ള വീടുകൾക്ക് പെർമിറ്റ് നൽകുന്നതിനുള്ള മുൻ ഉത്തരവ് പിൻവലിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ സഭയെ അറിയിച്ചു. 26/12 ഉത്തരവ് അത് അന്തിമമായി പരിഗണിക്കേണ്ടതില്ല. ചില മാറ്റങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെയും ആ ഉത്തരവ് മാറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ലാത്ത വിധത്തിൽ അത് മോഡിഫൈ ചെയ്യും. അതുകൊണ്ട് 26/12 ഉത്തരവ് ഇതോടുകൂടി തന്നെ അർത്ഥസംഖ്യക്കടിയില്ലാതെ മാറ്റപ്പെടുത്തി ഈ വിഷയം പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് നിലപാട്. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. വിഷയത്തിൽ മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഉത്തരവ് പിൻവലിക്കുമെന്ന് പറയാതെ നടക്കാൻ പറ്റുമോ?
അത് ക്ലിയർ ആണ്. ഞങ്ങൾ സമ്മതിച്ചു. ഓക്കെ. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകളിന്മേൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് T സിദ്ദിഖ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി V അബ്ദുറഹിമാനും പൊതുജനങ്ങൾക്ക് പാതയോരങ്ങളിൽ ഒത്തുചേരുന്നതിനും പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നതിനും പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുമുള്ള ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിയമനിർമ്മാണം നടത്താൻ നടപടി സ്വീകരിക്കുന്നത് സംബന്ധിച്ച് EK വിജയൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി MP രാജേഷും മറുപടി പറഞ്ഞു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ, സാമൂഹിക, സാമ്പത്തിക പിന്നോക്കാവസ്ഥ മറികടക്കുന്നതിനും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിക്കുവാനായി 284 ശുപാർശകളാണ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇന്ന് 37 സബ്മിഷനുകളാണ് സഭയിൽ അവതരിപ്പിച്ചത്. പതിമൂന്നാം സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് 6 ബില്ലുകളാണ് സഭ പരിഗണിച്ച് പാസാക്കിയത്. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബില്ലിന്റെ ഇന്നത്തേക്ക് നീക്കിവെച്ച വകുപ്പുകൾക്കുള്ള ഭേദഗതികൾ സഭ പരിഗണിച്ചു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ, 2025 കേരള ധനകാര്യ ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2ാം നമ്പർ ബിൽ, 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ എന്നിവയാണ് സഭ ഇന്ന് പരിഗണിക്കുകയും ഭേദഗതികളോടെ പാസാക്കുകയും ചെയ്തത്. 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ പാസാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. 2025 കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ പാസാക്കണം. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ യെസ്. ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഇനി 2025 കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി 2ാം നമ്പർ ബിൽ എന്നിവ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപ സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. 2024 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, പ്രമേയം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. സമ്മേളനം അവസാനിപ്പിക്കുന്നതിനുള്ള ഉപക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അവതരിപ്പിച്ചു. തുടർന്ന് സ്പീക്കർ 13ാം സമ്മേളനത്തിന്റെ സംക്ഷിപ്ത വിവരണം വായിച്ചു. സർ, സഭ മുൻപാകെ മറ്റ് അത്യാവശ്യ ബിസിനസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാവുന്നതാണ്. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപം അംഗീകരിച്ചിരിക്കുന്നു. സമ്മേളനം സംബന്ധിച്ച സംക്ഷിപ്ത വിവരണം. 2025 ജനുവരി 17-ാം തീയതി ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ ആരംഭിച്ച 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളനം 3 ഘട്ടങ്ങളിലായി 22 ദിവസത്തെ സിറ്റിംഗ് പൂർത്തിയാക്കി ഇന്ന് അവസാനിക്കുകയാണ്. ധനകാര്യ, ധനവിനിയോഗ ബില്ലുകൾ ഉൾപ്പെടെ ഈ സമ്മേളനത്തിൽ സഭ ആകെ 9 ബില്ലുകൾ പാസാക്കി. സഭ പാസാക്കിയ ബില്ലുകൾ 2024 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ, 2025 കേരള സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ, 2024 കേരള വ്യാവസായിക അടിസ്ഥാന സൗകര്യ വികസന ഭേദഗതി ബിൽ, 2025 സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബില്ലുകൾ, 2025 കേരള സ്പോർട്സ് ഭേദഗതി ബിൽ, 2025 കേരള ധനകാര്യ ബിൽ എന്നിവ ഉൾപ്പെടുന്നു. പ്രസ്തുത ബില്ലുകൾക്ക് ജനറൽ അമെൻമെൻറ്റ്സ് ഉൾപ്പെടെ ആകെ 6410. എല്ലാവർക്കും ഹൃദ്യമായ ഈദുൽ ഫിത്തർ, വിഷു ആശംസകൾ നേരുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 6:26 സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഓർഡർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നു. 22 ദിവസം സമ്മേളിച്ച 13ാം സമ്മേളനത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. അടുത്ത സമ്മേളന കാലയളവിൽ വീണ്ടും കാണാം. നമസ്കാരം.